മേളപ്പെരുക്കവും ആനച്ചന്തവും നിറയുന്ന കുടമാറ്റവും അതുപോലെ തന്നെ വെടിക്കെട്ടുമൊക്കെ അരങ്ങു തകർക്കുന്ന തേക്കിൻകാട് മൈതാനിയിൽ ചീട്ടുകളിയും ഒരു ഹരം തന്നെയാണ്. ചീട്ട് കളിക്കാനെത്തുന്നവരും അതുപോലെ തന്നെ ചീട്ടുകളി കാണുന്നവരുമൊക്കെ ഒത്തുചേർന്നാൽ പിന്നെ ചൂടേറിയ ചർച്ചകളും അരങ്ങു തകർക്കുകയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകളാണ് ഇവിടെ സജീവമായി നടക്കുന്നത്. ആ ചർച്ചയിൽ നമുക്ക് പങ്കുചേരാം. ചേട്ടാ, അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തു, അപ്പോൾ ചർച്ചകളിൽ എന്താണ് സജീവമായി നടക്കുന്നത്? ഇവിടെ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല, അവർ തോക്കും മന്ത്രിസഭ വരാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങനെയുള്ള ഭരണം വേണമെന്നാണ്, അതുപോലെ തന്നെ എത്തരത്തിലുള്ള MP ജയിച്ചു വരണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്? നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണം കണ്ട് മടുത്തു. അതുകൊണ്ട് പ്രസിഡന്റ് ഭരണം വരാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ പോലും ഒന്നല്ലെങ്കിൽ LDF ജയിക്കും, അല്ലെങ്കിൽ UDF ജയിക്കും. സാധാരണ ഇവിടുത്തെ അങ്ങനെയുള്ള മാറി മാറി വരുന്ന മുന്നണികളുടെ ഭരണത്തിൽ തൃപ്തരാണോ ജനം? ജനം തൃപ്തരല്ല. അതായത് പോർവിളികളും മറ്റുള്ള ഇതും കൊലപാതക രാഷ്ട്രീയവും മാറി മാറി വരികയാണ്. ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു ഇത് വരുന്നില്ല. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു മാറ്റം അനിവാര്യമല്ലേ? അനിവാര്യമാണ്. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന വ്യക്തികൾ അവർ ജയിക്കണം. അപ്പോൾ നല്ല നല്ല സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കണം. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് ശരിക്ക് ഭരിക്കണം. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾ ജയിച്ചു വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആര് ജയിച്ചാലും പ്രതിപക്ഷത്തിൽ സത്യസന്ധമായിട്ട് പോകുന്നവർ പ്രതിപക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ നാട് നന്നാവും. അത് കേജ്രിവാളെ പോലെ ഒരു എണ്ണത്തിൽ ഒതുങ്ങാത്ത ആൾക്കാർ പ്രതിപക്ഷത്തിൽ ഈ പാർട്ടി കേജ്രിവാളിൻ്റെ പാർട്ടി നല്ല വോട്ടെടുത്ത് പ്രതിപക്ഷത്തിൽ നിൽക്കാനുള്ള കെൽപ്പ് വന്ന് അവർ സത്യസന്ധമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാവും. വോട്ടർമാർ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് നിങ്ങളുടെ പ്രതികരണം? പ്രതികരണം വെച്ചാൽ ഇപ്പോൾ ഏത് പാർട്ടി വന്നാലും സാധാരണക്കാരൻ എന്നും കുമ്പിളിൽ തന്നെ കഞ്ഞി. അവനൊരിക്കലും മേൽഗതിയില്ല. മുതലാളിമാരെ പാർട്ടി വെച്ചാൽ അവർക്ക് ഒത്താശ ചെയ്യും. ഇതിനൊരു മാറ്റം അനിവാര്യമല്ല? അനിവാര്യമാണ്. എങ്ങനെയുള്ള ഒരു മന്ത്രിസഭ വേണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്? MP ഇവിടെ ജയിക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാളെ മാറ്റി എന്തിനാ PC ആക്കുവനെ? എന്നിട്ട് അയാൾ മാറി അവിടെ ജയിച്ച ആൾ ഇവിടെ കൊണ്ട് നിർത്തി ഇവിടുത്തെ ആൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ നിലയ്ക്ക് അവർ ജയിക്കാൻ പാടില്ല. തവണ വോട്ട് നിഷേധ വോട്ട് രേഖപ്പെടുത്താനുള്ളൊരു അവകാശമുണ്ട്. അത് വിനിയോഗിക്കാൻ ജനം ഉദ്ദേശിക്കുന്നുണ്ടോ? നിഷേധ വോട്ട് എന്ന് പറയാനല്ലേ, അതിൽ നല്ലത് രാഷ്ട്രപതിക്കുള്ള ഒരു വോട്ടാക്കിയിട്ടെങ്കിൽ ജനങ്ങളെ ആ വികാരം അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞ മനസ്സിലായി? നിഷേധ വോട്ട് എന്തിനാ? ആർക്ക് വേണ്ടിയിട്ട്? ആൾക്കാർ അവരെ എന്താ പറയുക എതിർക്കണു എന്നുള്ളതല്ലേ അതിൽ വരുന്നുള്ളൂ. അത് ആ സമയം രാഷ്ട്രപതിക്കുള്ള ഒരു വോട്ടാക്കി അത് മാറ്റി വയ്ക്കുകയെ. അപ്പോൾ ജനങ്ങളെ ഏത് ഭരണമാണ് ഇവിടെ വരണമെന്നുള്ളത് തീരുമാനിക്കാനും ആഗ്രഹിക്കുന്നതൊക്കെ അതിൽ കാണാൻ പറ്റും.